കാട്ടുപൂച്ചകൾ മുരണ്ടു, കടവാവലുകൾ ചിറകടിച്ചു പറന്നു, ഇരുൾ ഒന്നുകൂടി ഇരുണ്ടു. അതെ, അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ഇരുട്ടിന്റെ രാജാവ് ഉണരുകയായി. ശരിക്കുള്ള ഡ്രാക്കുളയാണോ? ശരിക്കുള്ള ഡ്രാക്കുളയാണോ? ശരിക്കും? അപ്പൊ ലണ്ടനിലല്ലേ? അതെ, ലണ്ടനിലാണ്. ഞാനൊരു 1.5 കൊല്ലമായിട്ട് കേരളത്തിലുണ്ട്. ഇവിടെ ഉണ്ടോ? ഇവിടെ ഒരു ഒഴിപ്പിക്കലിന് വേണ്ടി വന്നാ. എവിടെ? നമ്മുടെ ഈ കൂനമ്മാവ് 3 മാസം ഉണ്ടായിരുന്നു. കല്ലു, നമ്മളിതിന് മുൻപ് ദേവലോകത്ത് പോയി അവിടെ അസുരന്മാരും ദേവന്മാരും നമ്മൾ ഏറ്റുമുട്ടുന്നത് കണ്ടു. നമ്മളെ കുറെ അധോലോകക്കാരെ പിടിച്ചുകൊണ്ടുപോയിട്ട് കൊള്ളക്കാരുടെ സംഘത്തിൽ നിന്ന് നമ്മൾ പ്രോഗ്രാം ചെയ്തു. ആ യാത്ര ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ജീവിച്ചിരിക്കുന്നവർക്കൊപ്പമല്ല, മരിച്ചു പോയവർക്കരികിലേക്ക്. കാട്ടുപൂച്ചകൾ മുരണ്ടു, കടവാവലുകൾ ചിറകടിച്ചു പറന്നു, ഇരുൾ ഒന്നുകൂടി ഇരുണ്ടു. അതെ, അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ഇരുട്ടിന്റെ രാജാവ് ഉണരുകയായി. മൂടില്ലേ? മൂടുണ്ട്. ബാക്കിലൊക്കെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിലേ നമുക്ക് ഏറ്റവും ആദ്യത്തെ ടീമിനെ കൂടി വിളിക്കാം. അങ്ങനെയാണെങ്കിൽ വരുന്നു ഇരുട്ടിന്റെ ആത്മാക്കൾ, ടീം ദേവാസുരം. ഉണര്. ഈ മൂടുന്നൊന്നും മാറിയാലേ നമുക്ക് പരിപാടി തുടങ്ങായിരുന്നു. നമുക്കൊരു അതെന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ പ്രോഗ്രാമിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്. അതെ, നമ്മളൊന്ന് സെന്ററിലോട്ട് വന്നോട്ടെ. കുഴപ്പമില്ലല്ലോ. കുറച്ചൊന്ന് ഇങ്ങോട്ട് ചേർന്ന് നിന്നോ. കുഴപ്പമില്ലല്ലോ അല്ലേ? ഒരു പൗഡറിന്റെ മണം കൊണ്ടിട്ടാ. അതെ, നിങ്ങളൊന്ന് ചിരിക്കോ. അയ്യോ, അങ്ങനെയല്ല, അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കല്ലേ. അപ്പൊ നിങ്ങൾ ഈ പ്രോഗ്രാം ഫുള്ളായിട്ട് ഇരിക്കല്ലേ. അപ്പൊ നിങ്ങൾ ഉല്ലാസഭരിതരായിട്ട് ഈ മൂഡൊക്കെ മാറ്റിയിട്ട് ഒരു സന്തോഷത്തിന്റെ മൂഡിലിരിക്കണം. ഓക്കെ അല്ലേ? റെഡിയാണോ? ഒന്ന് ചിരിച്ചേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്നോ. അടുത്ത ടീമിനെ വിളിക്കാം. പക്ഷെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി പേടിപ്പിക്കരുത്. നിന്റെ ഐഡിയ ആണ്. പാളിപ്പോയാൽ നിന്റെ ഫോൾട്ടായിട്ട് എല്ലാരും കണക്കാക്കും. നമുക്ക് തുടക്കത്തിലുണ്ടല്ലോ കുറച്ചൊക്കെ സംയമനം പാലിച്ച് ചെയ്തിട്ട് പിന്നെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയതിന് ശേഷം നമുക്ക് പൊളിച്ചാൽ മതി. ഇപ്പൊ നമുക്ക് അടുത്ത ടീമിനെ വിളിക്കാം. വീണ്ടും കടവാവലി ചിറകടിച്ച് പറക്കട്ടെ, കാട്ടുപൂച്ചകൾ മുരളട്ടെ, ഇരുട്ട് ഒന്നുകൂടി ഇരുട്ടാവട്ടെ, ഇരുട്ടിന്റെ രാജാവ് എഴുന്നള്ളട്ടെ. അപ്പൊ ഞാൻ എഫക്റ്റ് ഇടണ്ടേ? വേണ്ട, കഴിഞ്ഞ എഫക്ട് ഭയങ്കര ബോറായിരുന്നു. അവരെ വിളിക്കാം. വരുന്നത് ടീം മധുരരാജ. ആണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഇത് കേരളത്തിൽ പ്രശസ്തനായ വേറെയായിരുന്നു. ഈ നിഗൂഢ മന്ത്രവാദ ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നതാണ്. ഞാനൊരു ചെറിയ അമ്പലത്തിലെ ചെറിയ ശാന്തിയായിരുന്നു. ഒരു പണി ചെയ്യാൻ കല്ലു, ഇവരിവിടെ നിന്ന് കഴിഞ്ഞാലേ കഥയൊക്കെ പറഞ്ഞ നിന്നു പോകും. ഇവരെ നമുക്ക് ഇരുത്താം. ഇരുത്തിയതിന് ശേഷം ബാക്കി കാര്യങ്ങളാക്കാം. ഞാനൊരു കാര്യം പറയട്ടെ,
നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സെലിബ്രിറ്റീസിനെയൊക്കെ കൊണ്ടുവരും. നമുക്ക് എല്ലാവർക്കും കൂടെ ഗെയിമൊക്കെ കളിച്ച് ഉഷാറായിട്ട് പിരിയാം. നിങ്ങളൊന്ന് ചിരിക്കോ? അപ്പൊ തുഷാർ എപ്പോ വരും? തുഷാറല്ല, ഉഷാർ. ഉഷാർ. നിങ്ങളൊന്ന് ചിരിച്ചേ. ഓക്കെ, എന്നാ പിന്നെ ഇരിക്കാം. വന്നിരിക്കും, അങ്ങോട്ട് ഇരിക്കാം. ഒരു യക്ഷിയാണെന്ന് പറഞ്ഞൊരു കൊച്ചു വന്നായിരുന്നു. ഞാൻ പറഞ്ഞു വിട്ടു. ഇവിടെ സംഘടനയിലില്ലേ? ഒരു വയലറ്റ് ഇവിടെ സംഘടനയിലും ഇല്ല, ഐഡന്റിറ്റി കാർഡും ഇല്ല അതിന്. അത് സ്പെഷ്യൽ ആണെന്നൊക്കെ പറഞ്ഞു എന്റെ അടുത്ത്. അതെ, നിങ്ങളുടെ കൂട്ടത്തില് ഈ വയലറ്റ് ഡ്രസ് ഇട്ട് ഏതെങ്കിലും പ്രേതം ഉണ്ടായിരുന്നു? ഇല്ല. ആദ്യം ചുമപ്പ് കാവ്യുള്ളൂ. വയലറ്റ് ഇല്ല. നിങ്ങളുടെ നിങ്ങളുടെ കൂടെ വന്ന ആരെങ്കിലും ഉണ്ടോ? അസിസ്റ്റന്റ് ആരെങ്കിലും? ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ കള്ളമായിരിക്കും. മാത്രം ഈ എപ്പിസോഡ് കയറി പറ്റാമോ കളവ് പറഞ്ഞ് വന്നാ എനിക്ക് കണ്ടപ്പോഴേ തോന്നി ഒരു കള്ള ലക്ഷണം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രോഗ്രാം ഹിറ്റ് ആയി കഴിഞ്ഞപ്പോ അവർക്കും ആഗ്രഹം ഉണ്ടാവില്ല ഈ പരിപാടിയിലൊന്ന് പങ്കെടുക്കാനായിട്ട്. അതായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ പ്രോഗ്രാം തുടങ്ങാനായിട്ട് അയ്യോ, നിങ്ങളിങ്ങനെ പേടിപ്പിക്കില്ലേ? നോക്കി പേടിപ്പിക്കില്ലേ? നിങ്ങളൊന്ന് ചിരിക്കേ. മാത്തു, ഈ സൈസ് ചിരിയാണെങ്കിൽ ഇത് ദിഗന്ധങ്ങൾ മുഴങ്ങുമാറുള്ള ചിരി എന്ന് പറയുന്നത് ഇതാണോ? അതല്ല, അതാണ് ചിരി. പക്ഷെ ഒരു ഗസ്റ്റിനെ എങ്ങനെ ഈ വേദിയിലേക്ക് കൊണ്ടുവരും? നമുക്കൊരു പണി ചെയ്യാം. അതായത് ഈ പ്രേതങ്ങളുടെ കൂടെ താമസിച്ചിട്ടുള്ള അങ്ങനെയുള്ള വീടുകളിലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ടീം നമുക്ക് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ തോമസ് കുട്ടിയെ വിളിച്ചു നോക്കാം. പുള്ളി ആകുമ്പോ ഗോസ്റ്റ് ഹൗസിലൊക്കെ കിടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ എന്ന് പറയുന്ന ഈ ഹൗസിലേക്ക് വരുന്നു സാക്ഷാൽ തോമസ് കുട്ടി. കല്ലു, വൺ എൻട്രി ആയിരുന്നല്ലോ. വൺ എൻട്രി ഒരു രക്ഷയില്ലായിരുന്നു. ഈ കോസ്റ്റ്യൂം ആണല്ലോ വേറെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണല്ലോ. അല്ല, അത് നമ്മളൊരു മജീഷ്യൻ അല്ലേ, അപ്പൊ അതിന്റെ ഒരു കോസ്റ്റ്യൂം ഒക്കെ വേണമല്ലോ. പ്രേതങ്ങളെ പിടിക്കുന്ന മജീഷ്യനാണോ? എല്ലാരെയും പിടിക്കും. പ്രേതൊന്നും പ്രത്യേകിച്ച് ഇപ്പൊ കാര്യങ്ങളൊന്നുമില്ല, സകല ആൾക്കാരെയും പിടിക്കുക. നമുക്ക് മറ്റേ ഈ വണ്ടിയിൽ ഡീസലും പോകും പെട്രോളും പോകുന്ന പറഞ്ഞ പോലെ നമ്മൾ പ്രേതങ്ങളെയും പിടിക്കും മനുഷ്യനെ പിടിക്കും. അതെ. പക്ഷെ ഇപ്പൊ എല്ലാം മണ്ണെണ്ണ, അത് വേറെ കാര്യമാണ്. ഡീസലും പെട്രോളും ഇല്ല, മണ്ണെണ്ണയാണ് ഇപ്പൊ. പെട്രോൾ പോവും, ഡീസലും പോവും, മണ്ണെണ്ണ പോവും, എല്ലാം പോവും. വേണമെങ്കിൽ വെള്ളത്തിൽ ഓടും. അതെ, നമ്മുടെ ഈ പ്രേതങ്ങൾ മുഴുവൻ ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ട്. ഈ പ്രേതങ്ങളുടെ നടുക്കി തൊപ്പിയും വെച്ച് ഈ കോട്ടുവിട്ട് നിൽക്കുന്ന സമയത്ത് എന്താണ് തോന്നണ തോമസ് ഏട്ടന്? എനിക്ക് ഇപ്പോഴാണ് ധൈര്യം വന്നത്. സാധാരണ എല്ലാം പ്രേതങ്ങളെ കാണുമ്പം ഒരു പേടിയൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് ഈ പ്രേതങ്ങളൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷവും ധൈര്യമൊക്കെ വരും. തോമസ് കുട്ടിച്ചേട്ടൻ, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ പ്രോഗ്രാമിലേക്ക് തോമസ് കുട്ടിച്ചേട്ടനെ കിട്ടിയതില്. എനിക്ക് തോന്നുന്നു തോമസ് കുട്ടിച്ചേട്ടന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല വെൽക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ പ്രേതങ്ങളുടെ ഒരു ചിരിയോട് കൂടിയിട്ടുള്ള ഒരു സ്വീകരണമായിരിക്കും. അപ്പൊ ഇവിടുന്ന് അവിടെ വരെ നടക്കുന്നത് വരെ ഞങ്ങളുടെ ചിരി ചേട്ടനെ പിന്തുടരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദുർമന്ത്രവാദി എണ്ണും 1 2 3 പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതങ്ങളെല്ലാം കൂടി ചിരിക്കും. 1 2 3. അപ്പൊ നമ്മുടെ ഗസ്റ്റ് റെഡിയാണ്, ഇരു ടീമുകളും റെഡിയാണെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റൂല കല്ലു. അവിടെ 2 സീറ്റുകൾ ഇപ്പോഴും വേക്കന്റ് ആയിട്ട് കിടക്കാണ്. എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പ്രേതങ്ങൾക്കെങ്കിലും കറക്റ്റ് ആയിട്ടൊന്ന് അറ്റൻഡൻസ് വെച്ചൂടെ? ഞാൻ നീലേ, കള്ളിയാങ്കാട്ട് നീലേ. നിങ്ങൾ നേരത്തെ പറയണ്ട ഇങ്ങനെ ഉണ്ടെങ്കിൽ പേടിച്ചു പോയി വല്ലാതെ. എന്ത് എന്താണെന്നോ പേടിപ്പിക്കുക ഈ പെൺകുട്ടി. അവിടെ ഞങ്ങളാരും കാണുന്നില്ലല്ലോ. നിങ്ങൾ എങ്ങനെ കാണുന്നത്? നിങ്ങൾ പറഞ്ഞു വെച്ചല്ലേ ഇത് ആദ്യം പറയണ്ടേ വന്നിരിക്കുമ്പോഴതൊക്കെ? നമ്മൾ കണ്ടിട്ടില്ലെന്ന്. കണ്ടിട്ടില്ലേ? മറഞ്ഞിരുന്ന് എന്റെ കഴുത്തിൽ പിടിക്കാ ചെയ്തിട്ട്.
എന്നെ ഇവിടെ ഗസ്റ്റായിട്ട് വിളിച്ചു വരുത്തിട്ട് ഈ മാതിരി പരിപാടിയാണ് നിങ്ങൾ. അല്ല, എല്ലാ യക്ഷികളും ഒരുമിച്ചാ വന്നത്, ഇവള് മാത്രം വൈകിപ്പോയതാട്ടാ. എന്താ അത് ഇങ്ങനെയാണോ ചെയ്യുന്നത്? ആളെ പഠിപ്പിക്കുന്നത്? അല്ലല്ല, അത് ചെയ്തതില് ആ കൊച്ചിന് തന്നെ ഭയങ്കര വിഷമുണ്ട് നിന്ന്. അല്ല, എന്താ കൊച്ചിന് വിഷമിട്ടപ്പോ ഇങ്ങനെ പ്രേതത്തെ പോലെ നിൽക്കുകയാണോ ചെയ്യുന്നത്? വിഷമാണത്. എന്ത് വിഷമം? അയ്യോ, ഞങ്ങള് പ്രേതങ്ങൾക്ക് വിഷമം കാണിക്കും. അല്ലല്ല, ഞാൻ ഇങ്ങനെയാണ് ഞാൻ നിയമത്തിൽ പോകും കേട്ടോ. ഇയാളുടെ കാര്യം പറഞ്ഞേക്കാം. അല്ല, നിങ്ങൾ മറുപടി പറയണം. നിങ്ങളുടെ സഭ എന്താന്ന് വെച്ചാൽ അതിന് ഉത്തരം പറയും. അല്ലേട്ടാ, തമാശക്ക് ചെയ്തേട്ടാ. തമാശക്കോ? അല്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ. എങ്ങനെയാ തമാശ ചെയ്യുന്നത്? നമ്മള് അങ്ങനെ ചെയ്ത ഒരു ഇതിന്റെ ഭാഗമായിട്ട്. ശരി, അത് ആദ്യം പറയണം. പക്ഷെ ചിരിക്കല്ലേ, സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോ ആര് ചിരിക്കണാരാണത്? നിങ്ങൾ രണ്ടൊരു ഇത്രയും പേര് ഇവിടെ വിളിച്ചുകൂട്ടി, ഇത്രയും പ്രാതങ്ങൾ ഇവിടെ വിളിച്ചുകൂട്ടി, എന്നെ മാത്രം എന്താ പറഞ്ഞത്? അല്ല, നേരത്തെ ഈ കൊച്ചു വന്ന് സംസാരിച്ചായിരുന്നു. പക്ഷെ ഈ നീല സാരി കണ്ടിട്ട് യൂണിഫോം ഇല്ലേ, യൂണിഫോം വേണ്ടേ? ഇതെന്താ ഈ കളറിൽ വന്നേ? പറഞ്ഞില്ല, എനിക്ക് ദാഹിച്ച അത്രയും പ്രാന്തായി പോയി. ആ രക്തം കിട്ടാനുള്ള പ്രാന്തായി പോയി. അങ്ങനെ കേറിയപ്പോഴാണ് നിലമുക്കിയ വെള്ളത്തിൽ പോയി മുങ്ങിയും കുട്ടി വീണത്. നീലത്തിൽ വീണ എന്താ പേര്? നീലി. ഞാനല്ലേ ചിരിക്കണ്ടത്? മിണ്ടാണ്ടിരിക്കും, ഞാൻ ചിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് തളക്കിയ തിരുമേനി. അടങ്ങി കളത്തിക്കേറ. ശരിക്കും എന്നെ കൊണ്ട് പറ്റില്ല. എടാ, ടോൾ ഫ്രീ നമ്പർ വിളി. ഡ്രാക്കുള ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് സ്വാഗതം. ഒഴിപ്പിക്കാനായി 1 അമർത്തുക, പേടിപ്പിക്കാനായി 2 അമർത്തുക, ബ്ലഡ് ബാങ്ക് സേവനങ്ങൾക്കായി 3 അമർത്തുക, ചോറുണ്ണാത്ത കുട്ടികളെ പേടിപ്പിക്കാനായി 4 അമർത്തുക, കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുമായി സംസാരിക്കുവാൻ 9 അമർത്തുക. ഡ്രാക്കുള ഉടനെ പ്രത്യക്ഷപ്പെടും. Sit down. I am Dracula, the Prince of Darkness. ശരിക്കുള്ള ഡ്രാക്കുളയാണോ? ശരിക്കുള്ള ഡ്രാക്കുളയാണോ? ശരിക്കും? അപ്പൊ ലണ്ടനിലല്ലേ? അതെ, ലണ്ടനിലാണ്. ഞാനൊരു 1.5 കൊല്ലമായിട്ട് കേരളത്തിലുണ്ട്. ഇവിടെ ഉണ്ടോ? ഇവിടെ ഒരു ഒഴിപ്പിക്കലിന് വേണ്ടി വന്നാ. എവിടെ? നമ്മുടെ ഈ കൂനമാവ് 3 മാസം ഉണ്ടായിരുന്നു. ഞാൻ മിക്ക രാജ്യങ്ങളിൽ ഇങ്ങനെ ചോര കുടിക്കാൻ പോകാറുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോ കഷ്ടകാലത്തിന് ലോക്ക്ഡൌൺ തുടങ്ങി, ഫ്ലൈറ്റും ഇല്ല, പോകാനും പറ്റിയില്ല. ഇപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നു. ഐ ആം ഡ്രാക്കുള, അന്ധകാർക്ക് രാജ്കുമാർ. ഹിന്ദി കയറി വന്നില്ല. ഹിന്ദി എങ്ങനെ വന്നു? അത് വേറൊന്നുമല്ല, 3 മാസമായിട്ട് ഈ ബംഗാളികളുടെ കൂടെ ഈ പെരുമ്പാവൂർ ഒരു പ്ലൈവുഡ് കമ്പനി പണിക്ക് നിൽക്കുന്നുണ്ട്. അവരുടെ കൂടെ റൂം ഷെയർ ചെയ്ത് കഴിയണത്. അങ്ങനെ ഹിന്ദി കയറി വന്നതാ. ഐ ആം ഡ്രാക്കുള, the prince of darkness. ഇതെന്തിനാ എപ്പോഴും പറയുന്നത് ഇങ്ങനെ? അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ മറന്നുപോയി. ഈ ഹിന്ദിക്കാരുടെ കൂടെ എന്നെ കിടക്കണേ, അത് കാരണം ഇടയ്ക്ക് പറയണതാ. മനുഷ്യന്റെ ചങ്കിലെ ചോര കുടിക്കും, അതാണ് എന്റെ ജീവൻ ടോൺ. അല്ല, ഞാൻ ചോദിക്കണം വിചാരിച്ചിരിക്കുകയായിരുന്നു, എന്തിനാണ് ഈ മനുഷ്യന്മാരുടെ ചോര കുടിക്കാൻ നിൽക്കുന്നത്? നിങ്ങളുടെ ലാലേട്ടന് മുട്ടനാടിന്റെ ചങ്കിലെ ചോര കുടിക്കാം. ലണ്ടനിൽ നിന്ന് വന്നാൽ എനിക്കൊരു ഇച്ചിരി മനുഷ്യന്റെ ചോര കുടിക്കാനാണ് പ്രശ്നം. എന്റെ പൊന്നാളിയ, എനിക്ക് എപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഡ്രാക്കുള ചേട്ടനെ കാണുന്ന സമയത്തൊക്കെ ഈ കഴുത്തിന്റെ ബാക്കിൽ ഈ കോളർ ഇങ്ങനെ എണീറ്റ് നിൽക്കും. ഇതെന്തിനാ ഇത്? ഞങ്ങൾ ചോര കുടിക്കണ ഇങ്ങനെ വന്നിട്ട് ഒറ്റ കുടിയല്ലേ, തിരിച്ചിങ്ങനെ അങ്ങ് പോകുമ്പോ തലയങ്ങാണ്ട് തെന്നി പുറകിലേക്ക് പോകാതിരിക്കാനായിട്ട് ഒരു തടസ്സം വെച്ചേക്കാ. ബെഡിന് വേണ്ടി പോകാതിരിക്കാനാണ്. ആലോചിച്ച മറ്റേ ക്ലിപ്പൊക്കെ ഇട്ടു നടക്കുന്നത് ഡ്രാക്കുള.
അതിനുവേണ്ടി സെറ്റ് ചെയ്തേക്കണതാ. എന്തായാലും ഡ്രാക്കുള ചേട്ടാ നിങ്ങൾ ഇവിടെ തന്നെ കാണണം. നമ്മുടെ ഗസ്റ്റ് ചെറുതായിട്ടൊന്ന് നീലിനെ കണ്ടിട്ട് പേടിച്ചായിരുന്നു. ഇവിടെ അതല്ലാതെ കുറെ പ്രേതങ്ങളുണ്ട്. അപ്പൊ ഇവരെ എല്ലാവരെയും ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഒരാളെ വേണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനി ഞാൻ എപ്പോഴും ഇവിടെ പോകുന്നില്ല. ഇവിടെ വന്നപ്പോ തന്നെ ചെറിയൊരു ജോലി കിട്ടിയായിരുന്നു. അതായത് ഇതിന്റെ ആർട്ടിന്റെ ടീമില്ലേ, അവർ ഈ സാധനം പൊട്ടിക്കൂലോ ഗസ്റ്റ് വരുന്ന സമയത്ത്. അതൊക്കെ തുടച്ചു തൂത്ത് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ ഒരാളെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അത് തുടച്ചു തൂത്തുകൊണ്ട് പോകാനായിട്ട് ചെറിയൊരു ജോലി കിട്ടിയിട്ടുണ്ട്. എന്തായാലും സന്തോഷം വന്നതിന്. വളരെ സന്തോഷം. അങ്ങനെയാണെങ്കിലേ നമ്മുടെ ഈ മത്സരം ഡ്രാക്കുള ഇടയ്ക്ക് പറയും എനിക്ക് വേണ്ടിട്ടാ എന്ന് വെച്ചാല് നമ്മുടെ ഇവിടെ ഗെയിംസ് ഒക്കെ വരുമ്പോഴേ ഇവരുടെ കൂടെ കൂടിയിട്ട് ഒന്ന് ഡ്രാക്കുള ചേട്ടൻ മത്സരിക്കണം. ഓക്കെ ഞാനുണ്ട്. ഇല്ലേ? പൊളിക്കാം നമ്മള്. പിന്നെ അങ്ങോട്ട് കിട്ടല. താങ്ക് യു. പ്രേതങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകതരം കോമ്പറ്റീഷൻ എന്തായിരിക്കും? ആ പ്രത്യേക കോമ്പറ്റീഷനിലേക്ക് എന്തിനാ അസ്ഥാനത്ത് വന്നിട്ടിരിക്കുന്നത്? ഒരു കാര്യം ചെയ്യണേട്ടാ, ഞങ്ങൾ എല്ലാ പ്രേതങ്ങളാണ് ഓക്കെ, പക്ഷേ ഈ ടൈമിംഗ് ഇല്ലാത്ത പ്രേതത്തിന് ഇതിന്റെ ഇടയിൽ മാറ്റണം. മത്സരം തുടങ്ങാൻ പോകുന്നു. ഇത് പ്രേതാലയ മത്സരം. ഈ കടാകടിയൻ പ്രോപ്പർട്ടി എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ വെച്ചൊരു മത്സരം നടത്താൻ വേണ്ടിയാണ്. മത്സരം എന്ന് പറയരുത്, ചാത്തനേർ നടത്താൻ വേണ്ടി. ഇവരെ വെച്ചിട്ട് ഒരു ചാത്തനേർ നടത്താൻ പോവാണ്. ഈ ഇരിക്കുന്ന കടാകടിയൻ പ്രോപ്പർട്ടിയില് 8 തുളകളുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. ഇതിൽ നിങ്ങൾക്ക് 6 പേർക്ക് ഇതുവഴി സഞ്ചരിച്ച് ഏത് തുളയിലൂടെയും ഇതിനകത്തേക്ക് ബോൾ എറിയാം. ഒന്ന് പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു കൊടുക്കാൻ മാത്തൂ ഞാൻ. ഞാനൊരു കാര്യം പറയട്ടെ, കുറെ കാലമായിട്ട് ഇങ്ങനെ കുടുംബക്ക് നോക്കിയിട്ട് 4 വീക്ക് വീക്കണം ഞാൻ വിചാരിക്കുന്നത്. ഇന്നാണ് അത് സാധിച്ചത്. ഒരു 7-8 കിളികള് ഏതുവഴിയൊക്കെയോ പോയി. അപ്പൊ അങ്ങനെ നമുക്ക് മത്സരം ആരംഭിക്കാം. 2 അടി അടിച്ച് കഴിഞ്ഞാൽ എനിക്കും പ്രത്യേക ഒരു ഉഷാറ് വരുന്നുണ്ട്. നമുക്ക് ചാത്തനേർ തുടങ്ങാം. ഏറ്റവും ആദ്യം വരുന്നു ടീം മധുരരാജ. മധുരരാജ ടീമിനെ ഇതിൽ നിന്ന് അടിച്ചു താഴ്ത്താനായിട്ട് ആരൊക്കെയാണ് വരുന്നത്? ദേവാസുരത്തിൽ നിന്ന് ടീം മധുരരാജ വരട്ടെ. ചാത്തനേർ ആരംഭിക്കുകയാണ്. ബോളും ചുറ്റുകയും തമ്മിലുള്ള പോരാട്ടം. ടൈം സ്റ്റാർട്ട്സ് നൗ. വിദഗ്ധമായ രീതിയിലുള്ള ഇവിടുന്ന് ഒരുപാട് ഇതിനകത്ത് വീണത് മാത്രമേ കൂട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് കയറിയിട്ട് ഇത് എത്ര ബോൾ ഉണ്ടെന്ന് എണ്ണി നോക്കാം. നോക്ക്. 1, 2, 3, 4, 28, 29, 30, 31. ഇനി വരാൻ പോകുന്നത് ടീം ദേവാസുരമാണ്. ദേവാസുരത്തിന്റെ ചാത്തനേർ. ദേവാസുരം പ്രേത സംഘം മത്സരിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അതിനു മുമ്പ് എനിക്ക് തോമസ് കുട്ടിയോട് ചോദിക്കാനുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ചാത്തനേർ മത്സരം? നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. എല്ലാരും ചാത്തന്മാരാണെന്ന് സംശയം ഉണ്ടായിരുന്നു. ചില സമയത്ത് ചാത്തനാണെന്ന് തോന്നിപ്പോകും, ചിലപ്പോ ചാത്തനല്ലെന്ന് തോന്നിപ്പോകും. അങ്ങനെ സംഭവം എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ വളരെ ഗംഭീരമായ ചാത്തന്മാരാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മത്സരം ആരംഭിക്കാം. തല്ലാനായിട്ട് വരുന്ന ആരൊക്കെയാണ്?
സ്റ്റാർട്ട്സ് നൗ. ബസർ മുഴങ്ങുന്ന ഒരേ സമയമുള്ളൂ. വേഗം വേഗം വേഗം. കല്ലു, എനിക്ക് കൂട്ടിക്കയറാന്ന് തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് ഇതിനകത്ത് നിറഞ്ഞിട്ടുണ്ട്. അതെ. ഇടയ്ക്ക് ചുറ്റിക പിടിച്ച് വാങ്ങിയതിന്റെ ക്ഷീണം അവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ളത് നമുക്ക് നോക്കാം. നിലവിലുള്ള എണ്ണം അനുസരിച്ച് 1 2 3 29 ഈ മത്സരത്തിന്റെ ഈ റൗണ്ടിൽ ഒരു ഫൗൾ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബോളുകൾ ദേവാസുരമാണ് ഇട്ടതെങ്കിലും അവരിവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ ചുറ്റിക പിടിച്ചു വാങ്ങിച്ചതിന്റെ പേര്. സാരമില്ല, നമ്മൾ ക്ഷമിച്ച്. വേറെ ആരുടെ എനിക്ക് ഒരു ദേഷ്യമില്ല. കാരണം ബാക്കി എല്ലാവരും മാന്യമായിട്ട് അതുണ്ടല്ലോ അതിനെ അത് അവളുടെ ബഹളം കാണുന്നവർ നീ ജയിച്ചെന്ന് പറഞ്ഞ അവിടെ മനസ്സിലായാടി. മധുര രാജ വരികയാണ്. ഈ കുറി 3 പേർ മാത്രമാണ് വരുന്നത്. അഞ്ജന, വരദ, അഖിൽ. ചുറ്റിക വാങ്ങി അടിക്കാൻ വേണ്ടി എത്തുന്നു അശ്വതി ആൻഡ്രാജേ. Your time starts now. ഒന്നും പേടിക്കണ്ട. ഒരാളെയും പൊങ്ങാൻ അനുവദിക്കാതെ ദേവാസുരം. അവന് തലക്കടി. ഒന്നും പറയണം, അടിച്ചോ. അവനാണ് പലതും കാണിക്കും. അവസാന നിമിഷങ്ങൾ മധുരരാജിയുടെ തകർപ്പൻ അവസാന നിമിഷങ്ങളിൽ. അടിപൊളി ഉഗ്രൻ മത്സരം. കലക്കം തുടക്കായിരുന്നു. ഉഗ്രൻ. ഇത് പ്രേതം എന്നൊക്കെ പറഞ്ഞ വേറെ ലെവല് പ്രേതമായിരുന്നു. അതെ. പക്ഷെ ഏറ്റവും അവസാനം കുറച്ചൊന്ന് കയ്യിൽ നിന്ന് പോയി. അതെ. അന്നേരമാണ് ഇവര് സ്കോർ അതെ. ചെയ്യുന്നത്. ആ വീണതിന്റെ പകുതി അവസാന നിമിഷങ്ങളിൽ ഇട്ട ഗോളുകളാണ്. അതെ, വളരെ കുറച്ചേ ഉള്ളൂ. ഞാൻ അതിനകത്ത് കയറാൻ പോവാണ്. മാത്തു എണ്ണിക്കോ. 1 1 2 2 6 വെറും 6 ബോളുകൾ. 6 ബോളുകളിൽ അവസാനിച്ചിരിക്കുന്നു ഈ കുറി മധുരരാജിയുടെ പോരാട്ടം. തോമസ് കുട്ടി ചേട്ടാ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചാത്തനേർ കിട്ടിയിട്ടുണ്ടോ? നമ്മളൊക്കെ ഒരു ചാത്തനല്ലേ. ആരെങ്കിലൊക്കെ ചെറുപ്പകാലത്തെ ഈ ചാത്തനേറിന്റെ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ നാട്ടില്? ഒരുപാട് ചാത്തൻ പ്രേതമൊക്കെ കഥകൾ ഒരുപാട് പ്രേയാറുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഒരു പ്രേതാനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ പേടിച്ച പ്രേതമുണ്ട്. പേടിച്ചില്ലല്ലോ ഒന്നുമില്ല. പേടിച്ചിട്ടുണ്ടോ? പേടിച്ചിട്ടുണ്ട്, ഒരുപാട് പേടിച്ചിട്ടുണ്ട്. എപ്പോഴായിരുന്നു അത് പേടിച്ചത്? കുട്ടിക്കാലത്താണോ അത് മുതിർന്നതിന് അല്ല, ശേഷം? അത് ഇപ്പോഴും പേടിച്ചോണ്ടിരിക്കുക. കൂട്ടുകാർ പണിയായിട്ട് എന്തെങ്കിലും ഒരു പ്രേതകഥയൊക്കെ പറഞ്ഞ് കിടന്ന് ഉറക്കിയിട്ട് അവരെന്തെങ്കിലും പണി അങ്ങനത്തെ എന്തെങ്കിലും ഒരു അനുഭവ കഥ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അതില്ല. പക്ഷെ ഒരുപാട് പേര് നമുക്ക് പണി തരുന്നുണ്ട്. നമുക്കിനി അടുത്ത ടീം കളിക്കാനായിട്ട് ഇങ്ങനെ ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണ്. അതെ. തലക്കടിക്കാനായിട്ട് മറു ടീമും കാത്തിരിക്കുകയാണ്. 7 ഗോൾ അടിച്ചാൽ നമുക്ക് വിജയിക്കാം. അതെ, റെഡി. അപ്പൊ അടുത്ത ടീം വരുന്നു ചാത്തനേറിനും തലക്കടിക്കുമായി.
അപ്പൊ 3 പേർ ഇതിനുള്ളിലേക്ക് കയറാനായിട്ട് പോയിട്ടുണ്ട്. തലക്കടിക്കാൻ ആരൊക്കെയാണ് വരുന്നത്? തലക്കടിക്കാൻ 2 മന്ത്രവാദികൾ, അകത്തിരുന്നറിയാൻ 3 ചാത്തന്മാർ. റെഡി? ചാത്തനേർ ആരംഭിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വൗ 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 വൗ. ആരണത്തിന്റെ മീതെ വീണ ഇവർ തോറ്റു. അപ്പൊ നമുക്ക് ബോൾ എണ്ണി നോക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അതെ. മാത്തോ 1 2 2 9 10. അപ്പൊ ഈ റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നു ടീം ദേവോസുരം. മത്സരം ഒരിക്കൽ കൂടി ടൈ ആകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം 1 റൗണ്ട് കൂടി ഇനി ബാക്കിയുണ്ട്. ഈ റൗണ്ടിലെ വിജയാരാണോ അവരായിരിക്കും ഈ ടൂർണമെന്റിന്റെ വിജയി. ഹലോ, 1 റൗണ്ട് കൂടെ ബാക്കിയുണ്ട്. അത് മതി. ഹലോ അല്ല ഹലോ ഹലോ. ഇതിനകത്ത് കൂടി ചാടിക്കേറി എന്തായിരുന്നു അവിടെ? ഏത്? ആ ഈ ബോള് മുഴുവൻ പറക്കി ആ കൊച്ചിനെ എറിഞ്ഞില്ലേ? അതെ അതെ അയ്യോ, എന്റെ പ്രയത്നം എന്തോ ചെയ്തു, അവളെ കരയണതാ. ചാടിപ്പോ എന്തോ ചെയ്താ. അവൻ തല്ലി എന്താ സംഭവിച്ചത്? തല്ലിന്ന് പറ. തല്ലി മാന്തി. ഈ അഖിലേട്ടനെ പിച്ചി തല്ലി മാന്തി. ഇനി എന്ത് പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അണ്ണാ, ഒരു നീ കുറച്ചുകൂടെ വലുതെന്തേലും പറയില്ല. ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ എനിക്കൊരു വെയിറ്റ് വേണം. അല്ല പിന്നെ ഞാൻ പിച്ചി ചീന്തി എന്ന് പറഞ്ഞ് നാണക്കേടായിരിക്കും. പിന്നെ പെമ്പിളർക്ക് എന്നെ അങ്ങനെ കാണിക്കും. വാർത്തക്കാര് പറയുന്ന പോലെ പിച്ചി മാന്തി എന്ന് പറഞ്ഞില്ലേ? ഒരു പെൺകുട്ടിയെ പിച്ചി മാന്തിയിരിക്കുന്നു. പിച്ചി ചീന്തിന്ന് കേട്ടിട്ടുണ്ട്. ഈ പിച്ചി മാന്തി. ഒരു ക്രൂരൻ ഈ പെൺകുട്ടിയെ പിച്ചി ചീന്തിയിരിക്കുന്നു. പിച്ചി മാന്തിയിരിക്കുന്നു. No analysis. This is social. News, tales, global and voice. Analysis, social presentation, publication, network, communicate, create content and voice. അതാവണോടാ പോലീസ്. അതാവണോടാ പോലീസ്. അപ്പുറം പിന്നെ വായിക്കാം. അഖിലി ചുറ്റികയുടെ അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അവനെ കൊണ്ടാവുന്നത് അവൻ ചെയ്ത് അത്രേ ഉള്ളൂ. ഇനി ഫൈനൽ റൗണ്ടിലേക്ക് ഫൈനൽ റൗണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആകെ അകത്തേക്ക് കയറുന്നത് 2 പേരും ചുറ്റികമായിട്ട് നിൽക്കുന്നത് ഒരൊറ്റയാൾ. അതെ, 2 ചാത്തനും ഒരു ചുറ്റികയും തമ്മിലുള്ള പോരാട്ടം. ആരാണ് വരുന്നത് ഇനി? ഏഞ്ചൽ ആൻഡ് ഹർഷ. ഇവിടുന്ന് ചുറ്റികയുമായിട്ട് ആരാണ് വരുന്നത്? ശ്രീജിത്ത്. നമുക്ക് മത്സരത്തിലേക്ക് കിടക്കാം. മത്സരം ആരംഭിക്കുന്നു. Your time starts now. ഏഞ്ചൽ വിദഗ്ധമായി 2 ബോളുകൾ. ഏഞ്ചൽ എവിടെ പോയാ? കട്ടപ്പ തളർന്നു. ഏഞ്ചലിന്റെ ശക്തമായിട്ടുള്ള ആക്രമണം.
വല്ല എലിവില്ലും വെച്ചാലേ അതിനെ പിടിക്കാൻ പറ്റും. പത്തായത്തിൽ നല്ല നെല്ലുണ്ടെങ്കിൽ എലിയൊക്കെ മൂന്നാറിയത് വരും. അത് മനസ്സിലാക്കുക. നീ ഏത് നെല്ലിലോട്ടാണ് നൂണ്ടിറങ്ങിയത്? അപ്പൊ അത് നല്ല നെല്ലല്ലെന്ന്. അതെ, നമുക്ക് ഇനി എണ്ണ. ഓക്കെ ഓക്കെ. 1 1 2 2 3 3 4 4 8 8 രണ്ടുപേരും അങ്ങോട്ടുള്ള പൊരുത്തം ഭീകരമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും സ്കോർ ചെയ്യാനായിട്ട് കഴിഞ്ഞത്. അതിന് ഒരു പ്രത്യേക കൈയടി. ഇത് ഫൈനൽ റൗണ്ട് ആണ്. 8 മീതെ ഒരു ബോൾ വീഴ്ത്താൻ സാധിച്ചാൽ നമ്മൾ അപ്പ തന്നെ കളി നിർത്തും. ആരൊക്കെയാണ് വരുന്നത്? സനൂജ ചിന്നസ്വാമി. സനൂജിയും ചിന്നസ്വാമിയും. ചാത്തനെ ചുറ്റിക കൊണ്ട് ചേർക്കാൻ ആരാണ് വരുന്നത്? ചുറ്റിക്കൊണ്ട് തകർക്കാനായിട്ട് വരുന്നു രാജേഷ് കടവന്ത്ര. നമ്മുടെ മത്സരം ആരംഭിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 തുരുതുര. രാജേഷ് കടവന്ത്രയുടെ മുണ്ടഴിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ രണ്ടുപേരും മരിച്ചേനെ. അടുത്ത എപ്പിസോഡിൽ കയറണമെങ്കിൽ എനിക്കിപ്പോ പ്രാന്തില്ലെന്നുള്ള മറ്റേ സർട്ടിഫിക്കറ്റ് കറക്റ്റ് ഇവിടെ കാണിക്കാതെ ഇതിനകത്ത് കയറിയ ഞാൻ നോക്കപ്പോഴേ ഇവക്കൂടെ അടിയിട്ടിട്ട് മൂക്കി അടിയിട്ടിട്ട് തിരിഞ്ഞു നിന്നിട്ട് പ്രൊഡക്ഷന്റെ ശ്രദ്ധയ്ക്ക് ഇയാളുടെ കയ്യിൽ ഗുളിയുണ്ട്, അത് ഇയാൾ തരൂല. പക്ഷേ നിങ്ങൾ ഒരു ഉറക്ക ഗുളിയെങ്കിൽ ഈ പുല്ലിൽ വാച്ച് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും കൊന്ന് ഇവിടെ കത്തിച്ചിട്ട് ഇറങ്ങി പോകും. ഇനി നമ്മൾ ഇതിന്റെ റിസൾട്ടിലേക്ക് പോവാണ്. 8 ബോളുകളായിരുന്നു ഇവരിട്ടിരുന്നത്. ഇനി ഇതിനകത്ത് എത്ര ബോൾ ഉണ്ടെന്ന് നോക്കാം. ശരി. 1 2 9 10 11 12. അതെ, ഇനിയെങ്കിലും മിസ്റ്റർ കടവത്തൂർ ഒരു കാര്യം മനസ്സിലാക്കണം. ചന്ന പിന്നെ അടിച്ചെന്ന് വിചാരിച്ച് ജയിക്കൂല. അതിനൊക്കെ ഒരു വാക്കും ഒരു രീതിയൊക്കെ ഉണ്ട്, അങ്ങനെ അടിക്കാവൂ. ഞാൻ വില്ലടിക്കാരനല്ല. അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ വിജയശ്രീ ലാളിതരായിരിക്കുന്നു ടീം മധുര രാജ. നമുക്ക് പരിപാടി പുനരാരംഭിക്കാൻ സമയമായി. ഇത് അവര് ചിരിച്ച സന്തോഷം കൊണ്ടാ മാത്തു. ആണല്ലേ? കാരണം ഇത് കണ്ടിട്ടുള്ള അവരുടെ സന്തോഷം കൊണ്ടാണ് അവർ ചിരിച്ചത്. ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു മത്സരമാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ചുണ്ണാമ്പും വെറ്റിലയും അടക്കിയും നൽകുന്ന ഒരു മത്സരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇവിടെ നമ്മുടെ ചീഫ് ഗസ്റ്റ് വന്നിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാൻസ് കളിച്ച് പ്രീതിപ്പെടുത്താം. പിന്നെ മറ്റേ മുനിമാരുടെയൊക്കെ തപസ് മുടക്കിയ ഉർവശിയെ പോലെ, മേനകയെ പോലെ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ആക്ഷേപിക്കാനുള്ള പരിപാടിയാണോ? ഒരിക്കലുമില്ല. ഇത് ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. തോമസ് കുട്ടി ചേട്ടനോട് ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. ഞങ്ങൾ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ തോമസ് കുട്ടി ചേട്ടാ? അല്ല, അങ്ങനെ തോന്നുന്നോണ്ട് ഞാൻ ചോദിച്ചതാണ്. ശരി, അപ്പൊ വരാനോ? വരാം. അപ്പൊ എന്നാ തുടങ്ങിയാലോ നമുക്ക്? ആദ്യം നമുക്ക് ടീം മധുര രാജ്യയിൽ നിന്നും ഏറ്റവും ആദ്യം ശാന്തിപ്രേതം വരട്ടെ.
ബാ 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 ചെല്ല്, ചെല്ല്. പോയാ മതി. അതെ നീ ഇവിടെ നിക്ക്. അല്ലേ എന്താ ചെയ്യേണ്ടത്? ഇവനെന്താ ചെയ്യണ്ടേന്ന് പറ. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ആ കാര്യം വിട്ടെ. എഴുന്നേറ്റ് എവിടെയൊക്കെ എന്തൊരു വിശേഷം നാട്ടിൽ കൊറോണയും സംഭവങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. നന്നായി പോകുന്നില്ല. വീട്ടിലെല്ലാവരും അവിടെ നല്ല കാര്യങ്ങൾ പോകണം. കാണാനില്ല ഇപ്പൊ തിരുവനന്തപുരത്ത് അവിടെ വല്ലപ്പോഴൊക്കെ വരാറുണ്ട്. ചാനല്ലേ? പിന്നെ ഞാൻ അവിടെ ഉണ്ട്, വരുമ്പോ വിളിക്കട്ടെ. ഒരു കോട്ടക്കകത്തൊക്കെ പോകും. പൊളിച്ചിട്ട് കോട്ടക്കകത്തും കോട്ടയ്ക്ക് പുറത്തും പോകും. ആണല്ലേ? അപ്പൊ കണ്ടതിൽ സന്തോഷം. പോട്ടെ. ഒരു വെറ്റിലയും കൂടെ അതെ ലേശം നോക്കിയെടുക്കണേ. അതെ കേട്ടാ? വെറ്റില വെറ്റില അത് തരാം. വെറ്റില ഇംപ്രസ് ചെയ്യാൻ വന്നിട്ടേ പിറന്നാളാഘോഷം കഴിഞ്ഞ് തിരിച്ചോണം അതിനുള്ള ചാത്തി പോണേ. ഏഞ്ചലെ കമോൺ. അതെ, എങ്ങനെയുണ്ടായിരുന്നു തോമസ് കുട്ടി ചേട്ടാ? എന്ത് കൊടുക്കാം? ഒരു വെറ്റിലെങ്കിലും ഒന്നും കൊടുക്കാനില്ല. സ്ഥലം കാര്യം എനിക്ക് ചുണ്ണാമ്പെങ്കിലും കിട്ടി. അവക്കൊരു ചുണ്ണാമ്പം കിട്ടിയില്ല. ഒരു ചുക്കും ചുണ്ണാമ്പം കൊടുക്കില്ല. ഒരു ചുണ്ണാമ്പ് കൊടുക്കായില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൽ നിന്നും ഇനി വരാനായിട്ട് പോകുന്നത് സനുജ. സനൂജയുടെ പെർഫോമൻസിൽ ഈ തവണ മിക്കവാറും തോമസ് കുട്ടിച്ചാട്ടൻ വീഴാൻ സാധ്യതയുണ്ട്. നോക്കാം. അല്ല എവിടെ കൊണ്ടു സാധനത്തിന് ഒന്നിലധികം ഒരു വെറ്റില പോയിട്ട് അര വെറ്റിലയുടെ യോഗ്യത പോലും ഇല്ല. ഞാനോട് കാര്യം പറയാം. വേറെ ഒന്നും തോന്നരുത്. വേറെ ആരെങ്കിലും വിളിക്കണം. വേറെ ആരെങ്കിലും ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു? അപ്പൊ എന്തായിരുന്നു ഇതിൽ കണ്ടൊരു അയോഗ്യത? എന്തായിരുന്നു? അല്ല, അയോഗ്യത മുഴുക്ക അയോഗ്യതയേ ഉള്ളൂ. അതെന്താന്ന് ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. മുഴുക്ക അയോഗ്യതയല്ല, അഴുക്ക അയോഗ്യതയായിരുന്നു. അതാണ് കറക്റ്റ്. മഹാവൃത്തികളായി പോയി. പിന്നെ അപ്പൊ ഒരു കാര്യം ചെയ്യും, എച്ചി കട അടയ്ക്ക, ഇത് പോയിരിക്ക. അടുത്ത ടീമിൽ നിന്ന് മത്സരിക്കാൻ എത്തുന്നു അർജുൻ. ഇയാൾക്കൂടെ ഇത്രയും പ്രാണങ്ങൾ ഡാൻസ് കളിച്ചിട്ട് ഒന്നും പിടിച്ചില്ല അല്ലേ? ഒന്നും ഗുണ്ടയാണോ? ഇയാൾക്ക് ഒന്നും പറ്റൂലല്ലേ? ഒന്ന് നോക്കട്ടെ, പറ്റൂല.
പ്രീതിപ്പെട്, പ്രീതിപ്പെട്, പെട്ടെന്ന് പ്രീതിപ്പെട്. ഇല്ല, ഇല്ല, പ്രീതിപ്പെടണം. അയ്യോ, ഇനി പെട്ടെന്ന് പ്രീതിപ്പെടണം. അയ്യോ, പ്രീതിപ്പെട്, പ്രീതിപ്പെട്. അയ്യോ, അയ്യോ, എനിക്ക് പോരാ, വെച്ച, വെച്ച. ഇല്ല, ഇല്ല, ഞാൻ വിടൂല. ഞാൻ വിടൂല. പ്രീതിപ്പെട്, 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 പ്രീതിപ്പെടാൻ. അങ്ങനെ വെറ്റ് കിട്ടി നമ്മൾ ജയിച്ചു. എന്തായാലും അവര് ഉപയോഗിച്ച തന്ത്രം ഗംഭീരായിരുന്നു. ഒഴിവാക്കാനായിട്ടാണെങ്കിലും ഒരു വെറ്റിലെ അടക്കയും അർജുൻ കൊണ്ടുപോയി. അതിന് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അടിപൊളി, അടിപൊളി, അടിപൊളി. നമുക്കിനി ആകെ 2 പേർക്ക് കൂടി മാത്രമാണ് ഓരോ അവസരങ്ങൾ വീതം കിട്ടുന്നത്. അങ്ങനെ ഒരു പെർഫോമൻസ് കാണിച്ച് ഇദ്ദേഹത്തെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. നമ്മുടെ സൈക്കോ പ്രേതം വരട്ടെ ഇനി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു അല്ലു അർജുൻ ഫാനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുള്ളൊരു സാധനമാണ് പ്ലാൻ ചെയ്തേക്കണത്. അപ്പോൾ അത് ചെയ്യാം. അതല്ല ഒരു കാര്യം ചോദിക്കാൻ, ഇയാൾക്ക് വാദത്തില്ല സുഖം. അല്ലേ, അല്ലു അർജുൻ ഏത് പ്രായത്തിൽ കളിച്ച ഡാൻസ്? ചെറുപ്പത്തിൽ 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ. ഞാൻ ആലോചിച്ചതല്ല, ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ ഇപ്പോഴേ വേഗം സീറ്റപ്പോ ഇരിക്കും. ചെല്ല ചെല്ല ചെല്ല. ചെറിയൊരു ചുണ്ണാമെങ്കിലും ഒന്നും തരത്തില്ല. എനക്കൊരു ചുണ്ണാമ്പില്ല പറഞ്ഞ ഇത് കൊണ്ടുപോയിക്കോ. ഇത്രയും പക്ഷെ ഇത്രയും കാണിച്ചതിന്റെ കൂടെ ഉണ്ടായി. അല്ല, എനിക്ക് നിങ്ങളൊരു കാര്യം പറയാം. ഞാൻ ഇങ്ങനെയാണ് ഇവിടുന്ന് എഴുന്നേറ്റു. ഈ ഒരൊറ്റ ഇറണം ഇംപ്രസ് ചെയ്തില്ല. ഇല്ല, ഞാൻ എന്നിട്ട് പോണോ ഇല്ല. അല്ല അല്ല അല്ല, വേണ്ട. എനിക്ക് ലാസ്റ്റ് ഒരെണ്ണം കൂടി. പക്ഷെ അതുകൂടെ ഞാൻ കാണുകയുള്ളൂ. ലാസ്റ്റ് ഇനി നിർബന്ധിക്കൂല, ഉറപ്പായിട്ടുമില്ല. അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നിങ്ങൾ ഉത്തരവാദികൾ. ഉറപ്പാണോ? ഉറപ്പ്. ശരി, വിളിക്കും. ഒരൊറ്റാള് കല്ല് ഇവിടുന്ന് വരാനുള്ളത്. ഇനി വരത വരട്ടെ. എങ്ങനെയാണ്? എന്നാ ഭാരത വരട്ടെ. വരട്ടെ വരട്ടെ വരട്ടെ. എന്റെ ഭസ്മം വലിച്ചേ. എന്റെ ആഗ്രഹം സബലീകരിച്ചിരിക്കുക. പുള്ളിയുടെ ടേസ്റ്റ് ഇതാന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. ഇല്ലെങ്കിലേ എന്റെ ഒരു ചെറിയ ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ സൈഡ് വരെ ഞാനും ചെയ്തതന്നെ, ഇതറിഞ്ഞില്ല. ഓരോരുത്തരുടെ ടേസ്റ്റ് വെളിപ്പെടുത്തിയിട്ടായിരുന്നു. എനിക്കൊരു സംശയം. എന്താ? യക്ഷി കൂട്ടിക്കൊണ്ട് പോയേക്കുന്നത് പാലമരത്തിലേക്കാണോ?
അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ നാളെ രാവിലെ എണീക്കുന്ന സമയത്ത് പല്ല് നഖവും മാത്രമേ കാണുള്ളൂ നമ്മുടെ ഗസ്റ്റിന്റെ. സത്യം പറയട്ടെ, ഈ ഗസ്റ്റിനെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാണ്. ഞാനൊരു കാര്യം പറയാം, എന്തായാലും തൽക്കാലത്തേക്ക് നമുക്ക് ഇന്ന് ഇവിടെ പരിപാടി നിർത്താം. ഇനി നമുക്ക് അലഞ്ഞു പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ഏതെങ്കിലും കാട്ടിൽ നിന്ന് എന്തെങ്കിലും നിലവിളി ശബ്ദങ്ങളോ കരച്ചിലോ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് ബാക്കി നാളെ ചെയ്യാം. അപ്പൊ ഇന്ന് തൽക്കാലം ടാറ്റ പറയും. അങ്ങനെയാണെങ്കിൽ റെഡി 1 2 3 തോമസ് കുട്ടി, വിക്ടോറിയ.